ജിംബു, നമ്മൾ എന്ത് പണിയാണ് സുമയ്ക്കും രമ്യയ്ക്കും കൊടുക്കുന്നത്? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? സുമയെയും രമയെയും നമുക്ക് ചെറിയൊരു അപകടത്തിൽപ്പെടുത്താം. അപകടമോ? അതെ, നിങ്ങൾ ഭയപ്പെടണ്ട. വെറുതെ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊന്നും സംഭവിക്കില്ല. എന്നിട്ട് അവരെ രണ്ടുപേരെയും പാത്തും ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം. അത് നല്ല ഐഡിയ. അപ്പോൾ പാത്തുമ്മയോട് അവർക്ക് ഇഷ്ടം തോന്നും. അതെ അതെ, ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം ജിംബു. പക്ഷേ നമ്മൾ എവിടെ വെച്ചാണ് അവരെ അപകടത്തിൽപ്പെടുത്തുക? ഒരു കാര്യം ചെയ്യാം. ഇവിടെ അടുത്ത് ചെറിയൊരു കുഴിയുണ്ട്. നമുക്ക് അവരെ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവർ നടക്കുമ്പോൾ അതിലേക്ക് വീഴും. അപ്പോൾ അവർ രണ്ടുപേരും ആരെങ്കിലും രക്ഷിക്കണേ എന്ന് നിലവിളിച്ച് കരയും. ആ സമയത്ത് പാത്തും അവരെ രക്ഷിക്കണം. ഹായ്, സൂപ്പർ ഐഡിയ. അതെ അതെ, അങ്ങനെ പാത്തും അവരെ രക്ഷിച്ചാൽ പാത്തുമ്മയോട് അവർക്ക് വളരെ സ്നേഹം തോന്നും. ജിംബു, നിനക്ക് ഭയങ്കര ബുദ്ധി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എന്ത്? എങ്കിൽ വാ, നമുക്ക് സമയം കളയാണ്ട് അങ്ങോട്ടേക്ക് പോകാം. അല്ല പിള്ളേരെ, ഇതേത്തേക്കാ നമ്മളെയും കുട്ടിങ്ങൾ വരുന്നത്? അതൊക്കെയുണ്ട്. നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വാ പാത്തുമ്മ. അല്ലോ, എന്താ പഠിച്ചോനെ, നിങ്ങളെന്തിനാ ഓലടുത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത്? അതെ പാത്തുമ്മ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു നാടകം കളിക്കും. നാടകമോ? എന്ത് നാടകം? ഇതൊക്കെ ജിംബുവിന്റെ പ്ലാനാണ്. ജിംബു, എന്തൊക്കെയാ ഇവര് ഈ പറയുന്നത്? അതെ പാത്തുമ്മ, ഇവർ പറയുന്നത് ശരിയാണ്. ദാ, ആ സുമയും രമയും കൂടെ ഇപ്പോൾ ആ കുഴിയിൽ വീഴും. അപ്പോൾ പാത്തുമ്മ പോയിട്ട് അവരെ രക്ഷിക്കണം. ഞാനോ? അതെ, പാത്തുമ്മ തന്നെ. അല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ദേഷ്യമാണ്. അതിനൊക്കെ അവര് വിടുമോ? അതെന്ത് ചോദ്യാ പാത്തുമ്മ? ആരെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ നോക്കുമോ? അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജിംബുവില്ലേ നമ്മുടെ കൂടെ? എന്തൊക്കെയാണാവോ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാത്തുമ്മ, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം നിങ്ങളൊക്കെ മാറി നിൽക്ക്. എന്നിട്ട് പിങ്കി ചെന്നിട്ട് അവരോട് പറയണം, അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്നും മാമ്പഴം വെറുതെ കൊടുക്കുന്നുണ്ടോ എന്ന്. മാമ്പഴം എന്ന് കേട്ടാൽ രണ്ടും വാലും വിട്ടോടും. അപ്പോൾ ഓടുന്നോട്ടത്തിൽ അവർ രണ്ടുപേരും ആ കുഴിയിൽ വീഴും. ആ സമയത്ത് പാത്തുമ്മ ചെന്ന് അവരെ രക്ഷിക്കണം. ഇതാണ് എൻ്റെ പ്ലാന്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സൂപ്പർ സൂപ്പർ. അതെ, ഇതെന്തായാലും പൊളിക്കും. എനിക്കാകെ പേടിയാവുന്നു. നിങ്ങളൊന്നും പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? ശരി, നമുക്കെല്ലാം അങ്ങോട്ടേക്ക് മാറി നിൽക്കാം. വരൂ. ഡി പിങ്കി, നിന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. നിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും എല്ലാം. അത് ഞാൻ ഏറ്റു. ഹോ, ഈ സയാമിസ് ഇരട്ടകൾ എന്തും നോക്കി നിൽക്കുകയാണാവോ? ചേച്ചിമാരെ, നീയോ? നീ എന്താടി പുറക്കെ ഇവിടെ? ഞാൻ വെറുതെ ഇതിലൂടെ പോകുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് വിളിച്ചതാണ്. നീ എവിടത്തേക്കാടി ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഞാനോ? ഞാനേ ഇവിടെ അടുത്ത ജംഗ്ഷനിൽ മാമ്പഴം കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അത് വെറുതെ കൊടുക്കുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ചെന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. മാമ്പഴം വെറുതെ കൊടുക്കുന്നെന്നോ? എവിടുന്ന്? ദാ അടുത്ത ജംഗ്ഷനിൽ നിന്ന്. നല്ല മധുരമുള്ള മാങ്ങയാണെന്നാ പറഞ്ഞു കേട്ടത്. എടി സുമേ, അതാരാണാവോ കൊടുക്കുന്നത്? എനിക്കറിയില്ല. ആരാ കൊടുക്കുന്നത് എന്നൊന്നും എനിക്കും അറിയില്ല. പക്ഷെ 2 കിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിലൊന്ന് എനിക്കാ. ഒന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ വന്നോ? ആഹാ, എങ്കിൽ ഞാൻ വരാം. ഹമ്പട ഗേമി, അങ്ങനെ നീ മാത്രം പോകണ്ട, ഞാനും വരാം. മാമ്പഴം അഥവാ കിട്ടിയ നിനക്ക് ഒറ്റയ്ക്ക് എടുക്കാനല്ലേ? വേണ്ട, ഞാൻ പോകും. അത് പറ്റില്ല, ഞാൻ പോകും. അയ്യോ ചേച്ചിമാരെ, നിങ്ങൾ വെറുതെ തല്ലി പിടിക്കണ്ട. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ മാമ്പഴത്തിന്റെ കിറ്റ് നിങ്ങൾ എടുത്തോ. എനിക്ക് മാമ്പഴം വേണ്ട. നിങ്ങൾക്ക് 2 പേർക്കും കിട്ടിയ കിറ്റിൽ നിന്ന് നിങ്ങൾ കുറച്ച് എനിക്ക് തന്നാൽ മതി. അത് നല്ല ഐഡിയ. എങ്കിൽ വേഗം ചെല്ലി, മാമ്പഴം ഇപ്പോൾ തീർന്നു പോകും. വാടി സുമേ, നമുക്ക് വേഗം പോകാം.
അവള് വെറും മണ്ടി പെണ്ണാടി. നമുക്ക് ആ മാമ്പഴം മുഴുവൻ എടുക്കാം. അതെ അതെ. നിങ്ങൾ എന്താ രണ്ടുപേരും കൂടെ പിറുപിറുക്കുന്നത്? എന്തേ പോകുന്നില്ലേ? ദാ ഞങ്ങൾ പോവുകയാണ്. ഷോ, രണ്ടും മുകളിലോട്ട് നോക്കിയുള്ള നടത്തമാണ്. ഇപ്പൊ പണി കിട്ടും. ഡി പിങ്കി, അവര് പോയോ? ദാടാ നോക്ക്, അവര് പോകുന്നത്. അയ്യോ, ഞങ്ങൾ കൊക്കയിൽ വീണേ. അയ്യോ, ദാ ജിംബു അവരതിൽ വീണു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. എടി പെണ്ണേ, ഒന്ന് ഓടിവാ, ഞങ്ങളെ രക്ഷിക്ക്. എടി പിങ്കി, അന്നെ അവരെ വിളിക്കുന്നത്. എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ വേഗം ചെന്ന് രക്ഷിക്ക്. അയ്യോ പാത്തുമ്മ, ഞാനല്ല അവരെ രക്ഷിക്കേണ്ടത്, നിങ്ങളാണ്. നിങ്ങൾ ചെന്ന് അവരെ രക്ഷിക്ക്. ഷോ, ശരിയാ, പറഞ്ഞതുപോലെ ഞാനാണല്ലോ അവരെ രക്ഷിക്കേണ്ടത്. അതെ പാത്തുമ്മ, വേഗം ചെല്ല്. ഞങ്ങൾ ഇവിടെ നിൽക്കാം. ദാ നോക്ക്, രണ്ടും കൂടെ താഴ്ന്നും പൊന്തിയും കളിച്ച് കാലിട്ടടിക്കുന്നുണ്ട്. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വായേ, ഞങ്ങളെ രക്ഷിക്ക്. ദാ മക്കളെ, ഞമ്മൾ വരുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കാനി. നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട. പാദം ഇപ്പൊ കുളമാക്കുമോ ആവോ? അതൊന്നും ഉണ്ടാവില്ല. അയ്യോ സുമേരമേ, എന്ത് പറ്റി നിങ്ങൾക്ക്? നീയോ? അതെ, ഞാൻ തന്നെയാണ്. എന്ത് പറ്റിയതാണ് നിങ്ങൾക്ക്? നിങ്ങൾ എന്താ കുഴിയിൽ തുള്ളി കളിക്കുകയാണോ? നീ കാണുന്നില്ല എന്താ പറ്റിയതെന്ന്? വായും പൊളിച്ച് നിൽക്കാതെ ഞങ്ങളെന്ന് രക്ഷിക്കടി. ഞങ്ങൾ ഈ കുഴിയിൽ വീണതാണ്. അല്ലോ, നിങ്ങൾ ഈ കുഴിയിൽ വീണതാണോ? പാവം, ഞാൻ രക്ഷിക്കാം കേട്ടോ. ഇങ്ങു വാ, രണ്ടാളും കൂടെ ഈ കൈയും പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വാ. ദാ ശ്രദ്ധിച്ചു പിടിച്ചോ. ഹാവു, രക്ഷപ്പെട്ടു. ഷോ, ഇത് എവിടുന്നാണാവോ ഈ കുഴി ഇവിടെ വന്നത്? അയ്യോ, എന്ത് പറ്റിയതാണ്? ഹോ, അതൊന്നും പറയണ്ട, ഞങ്ങൾ ഈ കുഴിയിൽ വീണതാണ്. കുഴിയിൽ വീണെന്നോ? എങ്ങനെ? നീ പറഞ്ഞ ആ മാമ്പഴം എടുക്കാൻ പോയതാണ് ഞങ്ങൾ. പെട്ടെന്ന് ഈ കുഴിയിൽ വീണു. ഇതെങ്ങനെയാണാവോ ഇവിടെ ഈ കുഴി വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് പാത്തുമ്മയാണോ നിങ്ങളെ രക്ഷിച്ചത്? അതെ അതെ, ഇവളുള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് നിലവിളക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഹോ, പേടിച്ചു പോയി. എനിക്കിതൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ ഇതുപോലത്തെ അപകടത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാറുണ്ട്. ഓ, അതിന്റെ ഇടക്ക് പാത്തുമ്മ ഭൂലോക തള്ളുന്നത് നോക്ക്. ഇനി എന്തെങ്കിലും അപകടം വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് രക്ഷിക്കാം. ഡി, നീയാണ് ആ കുഴി ഉണ്ടാക്കിയതെന്നാ ഞങ്ങൾക്ക് സംശയം. ഞാനോ? ഞാൻ നിങ്ങളെ രക്ഷിച്ചതല്ലേ. നിനക്ക് ഞങ്ങളോടുള്ള ശത്രുത കൊണ്ട് നീയാണ് ആ കുഴി ഉണ്ടാക്കിയതെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. അയ്യേ, ഇതെന്ത് വൃത്തികെട്ട സ്വഭാവമാണ് ഇവരുടേത്. രക്ഷിച്ച പാത്തുമ്മയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അല്ലോ സുമേരമേ, ഞാനല്ല, ഞാൻ നിങ്ങളെ രക്ഷിച്ചതാണ്. നീ ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അവളുടെ ഒരു മാങ്ങയും തേങ്ങയും നിനക്ക് ഞങ്ങൾ വച്ചിട്ടുണ്ടടി. നോക്ക് ജിംബു, അവരുടെ ഒരു അഹങ്കാരം. ഞാനൊരു സൂത്രം കാണിക്കാം. ജീംഭൂംബ, രണ്ടുപേരും വീഴട്ടെ. അയ്യോ, വീണ്ടും അപകടം. അയ്യോ, എന്റെ നടുവൊടിഞ്ഞേ. എന്റെയും. ഇതെന്ത് വാടി, നമുക്കിങ്ങനെ അപകടം വന്നോണ്ട് നിൽക്കുന്നത്? എനിക്കറിയില്ല. ദാ നോക്കടി, പുറകിൽ നിന്നും അവര് നോക്കി ചിരിക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ ഇങ്ങ് എഴുന്നേൽക്കാം. എന്തോ നാടി നിന്ന് കിളിക്കുന്നത്? നിങ്ങൾ എന്താ പൂരം കാണാൻ വന്ന് നിന്നതാണോ? അതെ, ഞങ്ങൾ ഊരി വീണത് കണ്ട് ആസ്വദിക്കുകയാണോ നിങ്ങൾ? അയ്യോ അല്ല. നിങ്ങൾക്കിത് എത്ര കിട്ടി? എന്നിട്ടും നിങ്ങളൊരു പാഠം പഠിക്കുന്നില്ലല്ലോ. ഞങ്ങളെ പാഠം പഠിപ്പിക്കാനേ നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾ ആവശ്യത്തിന് പഠിച്ചിട്ടാ ഇവിടം വരെ എത്തിയത്. മനസ്സിലായോ? വാടി സുമേ. എന്താ ജിംബു ഇവരുടെ സ്വഭാവം ഇങ്ങനെ? അവർക്ക് എത്ര കിട്ടിയിട്ടും അവർ പഠിക്കുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളോട്, അവരുടേതൊരു പ്രത്യേക തരം സ്വഭാവമാണെന്ന്. അവരോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? എന്താ പാത്തുമ്മ? നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങിയാലോ? വെറുതെ ഇവരോട് മത്സരിച്ചാൽ നമ്മൾ തോൽക്കത്തേ ഉള്ളൂ. അയ്യോ, നാട്ടിലേക്ക് മടങ്ങാനോ? തിരിച്ചു പോകാനായിട്ടില്ല പാത്തുമ്മ, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, 2 ദിവസത്തേക്ക് മമ്മിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെ അതെ,
മമ്മി വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മമ്മിയുടെ കൂടെ തിരിച്ചു പോകാമല്ലോ. ശരി, എന്നാ നിങ്ങൾ പറയുന്നത് പോലെ. പക്ഷേ നിങ്ങൾ ഇനി അവരുടെ കൂടെ വഴക്കിനൊന്നും പോകരുത്. ഷോ, ഇല്ല പാത്തുമ്മ, അവരുടെ സ്വഭാവം ഇത്രയും വൃത്തികെട്ടതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി. പക്ഷേ പാത്തും അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവരെ വെറുതെ വിടുന്നത്. ജിംബു, നീ ഇപ്പൊ തൽക്കാലം ഒന്നും അവരെ ചെയ്യണ്ട. നിന്റെ മന്ത്രശക്തി എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നിന്നെ നഷ്ടമാകും. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവര്. നിങ്ങൾക്കിപ്പം ഏകദേശം അവരുടെ സ്വഭാവം പിടികിട്ടിയതല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടത്. ശരി, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. മക്കളെ, അയ്യോ, അതാരാണ് മക്കളെ എന്ന് വിളിക്കുന്നത്? ദാ നോക്ക് ചേച്ചി, അതാരാണെന്ന്. അയ്യോ, മമ്മി വന്നു. മമ്മി, മക്കളെ, ഇതെന്താ മമ്മി സർപ്രൈസ് ആയിട്ട് വന്നത്? അതെന്താ മക്കളെ, എനിക്ക് നിങ്ങളെ കാണാൻ വന്നുകൂടെ? കമലേ. ആ പാത്തു, എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ കമലേ. കമലേ, നിനക്കെങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇവിടെയാ ഉള്ളതെന്ന്? ഞാൻ അന്വേഷിച്ച് നിന്റെ വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തി ബെല്ലടിച്ചപ്പോൾ നിങ്ങളൊന്നും അവിടെ ഇല്ല. അങ്ങനെ ഞാൻ അപ്പുറത്തുള്ള ആളോട് ചോദിച്ചാണ്. അപ്പം അവരാ പറഞ്ഞത് നിങ്ങൾ ഈ വഴി ഇങ്ങോട്ടേക്ക് നടന്നെന്ന്. അല്ല പാത്തു, ഇതാരാ? ഷോ, ഇതോ? അയ്യോടാ, മമ്മിക്ക് ജിംബുവിനെ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, പാത്തുമ്മന്റെ ബന്ധുവാണെന്ന് പറയാം. അതെ അതെ. ഷോ, മമ്മി അതോ? അത് പാത്തുമ്മന്റെ ബന്ധുവാണ്. പേര് ജിംബു. ഹോ, ജിംബു എന്നോ? നല്ല പേര്. അതെ കമലേ, ഇതെന്റെ ബന്ധുവാണ്. അല്ല മക്കളെ, നിങ്ങൾ എന്താക്കുക ഇവിടുന്ന്? അത് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യം മമ്മിയോട് പറയാനുണ്ട്. അയ്യോ വേണ്ട മക്കളെ, അതൊന്നും കമലയോട് പറയണ്ട. എന്താ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണെങ്കിലും പറയൂ. അത് പിന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മമ്മി. ഞങ്ങളൊക്കെ മമ്മിയോട് പറയാം. ഓഹോ, അപ്പൊ ഇതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നങ്ങൾ? നീ വിഷമിക്കണ്ടടി പാത്തു. നിങ്ങൾ എനിക്കും അവരെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എല്ലാം ശരിയാകും, നീ വിഷമിക്കണ്ടടി. ദാ നോക്കു മമ്മി, ആ നിൽക്കുന്നവരാണ് കുഴപ്പക്കാർ. ഓഹോ, ഇവരാണോ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മൂദേവികളെ, എന്താടി നീ ഞങ്ങളെ വിളിച്ചത്? ആരാടി നീ? നിന്റെ അമ്മൂമ്മ. കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഹോ, ഭയങ്കര തമാശയായിരിക്കും. നീ എന്താടി ഞങ്ങളെ വിളിച്ചത്? മൂദേവി എന്നോ? നിങ്ങൾ അതും വിളിച്ചാ പോരാ. ഡാഡി നോക്ക് സുമേ, അവരുടെ കൂടെ വന്നതാണിവൾ. അതെടി, ഞാൻ ഇവരുടെ കൂടെ വന്നത് തന്നെയാണ്. എന്തേ, നിങ്ങൾക്ക് പിടിച്ചില്ലേ? നിങ്ങൾ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഇവളോട് ചെയ്യുന്നത്, ഈ പാത്തുവിനോട്? ഹോ, അത് ചോദിക്കാൻ വന്നതാണോടി നീ? നിങ്ങൾക്ക് എന്റെ തനി സ്വരൂപം അറിയില്ല. നിന്റെ രൂപം കാണുമ്പോഴേ തിരിയുന്നുണ്ട് നിന്റെ തനി സ്വരൂപം. അതെ, ഒരുമാതിരി തടിച്ച് ആനയെ പോലെയുണ്ട് കാണാൻ. ഞാൻ ആനയോ അണ്ണാനോ എന്തുമോ ആവട്ടെ, നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറയുകയാണ്. ഇനി മേലാൽ നിങ്ങൾ ഇവളെ ഇനി ഉപദ്രവിച്ചാൽ ഞാനേ കരാട്ട ബ്ലാക്കാണ്, ബ്ലാക്ക്. ഒരൊറ്റ ഇടിക്ക് മൂക്കിടിച്ച് പാറ്റിക്കളയും രണ്ടിന്റെയും. എടി, അവൾ പറയുന്നത് ശരിയായിരിക്കുമോ? എനിക്കറിയില്ല. അവളുടെ കോലം കണ്ടിട്ട് ശരിയാണെന്നാ തോന്നുന്നത്. അവളുടെ ഒരു ഇടിക്കേ നമ്മൾ ഉണ്ടാവൂ. എന്തോ നാടി നിന്ന് പിറുപിറുക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കോ? എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, രണ്ടിനെയും തൂക്കിയെടുത്ത് വെളിയിൽ കളയാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് പാത്തുവിന്റെ വീടിന് ചുറ്റുമുള്ള മതിലുകൾ നിങ്ങൾ പൊളിച്ചോ. അതുമാത്രമല്ല, മേലാൽ അവൾക്ക് ഇനി ഒരു ഉപദ്രവം നിങ്ങൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോടി ഞാനൂലുകളെ? മനസ്സിലായി. ആ, മനസ്സിലായാ നിങ്ങൾക്ക് കൊള്ളാം. നടക്ക് പിള്ളേരെ അങ്ങോട്ട്. വെറുതെ ഇവിടെ നിന്ന് സമയം കളയാണ്ട്. കുറെ ഞാനൂലുകൾ ഇറങ്ങിക്കോളും വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവരുടെ വിചാരം അവരാണ് ഈ ഭൂമി ഭരിക്കുന്നതെന്നാ? അല്ല പിന്നെ. മമ്മിയുടെ ഭീഷണി കുറച്ച് കേട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതെ അതെ. ദാ ജിംബു, നിന്നേക്കാൾ സൂപ്പർ മമ്മി തന്നെയാടാ. പിന്നെ അതെന്ത് പറയാനാ? അയ്യോടി സുമേ, ശരിക്കും അവൾ ഏതാണ്? നമുക്കൊരു പാരയായിട്ട് വന്നതാണോ അവൾ?
അവൾ ആ പിള്ളേരുടെ കൂടെ വന്നതാണ്. നമ്മൾ പാത്തുവിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായി. അതെ, എല്ലാത്തിനും കാരണം ആ പിള്ളേരാണ്. നാശം പിടിച്ച പിള്ളേരെയും കൊണ്ട് ഒരു സ്വൈര്യമില്ലല്ലോ. എവിടെ നോക്കിയാലും നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ അവര്. ഇത്രയും കാലം നമ്മളെ ഒരാൾ പോലും ചോദ്യം ചെയ്തിട്ടില്ല. അതെ, ഇപ്പൊ അതിനും ആളായി. നമുക്ക് അവളുടെ കൂടെ മത്സരിക്കാനും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അവൾ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണെന്നല്ലേ പറഞ്ഞത്. ഹോ, എനിക്കാകെ ഭ്രാന്തി പിടിക്കുന്നുണ്ട്. എല്ലാത്തിനെയും ചാമ്പലാക്കി കളയണം. ഷോ, അതൊക്കെ നമ്മുടെ ആഗ്രഹം മാത്രമാടി. ഇനി ഒന്നും നടക്കില്ല. ആ തടിച്ച് എത്രയും വേഗം ഇവിടെ നിന്നും പറഞ്ഞയക്കണം. എങ്കിൽ മാത്രം എന്തെങ്കിലും കാര്യം നടക്കൂ. എനിക്ക് തോന്നുന്നത് നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ അവർ ഗുണ്ടയെ ഇറക്കിയതാണെന്നാണ്. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. നമുക്ക് മെല്ലെ പിന്മാറുന്നതാണ് ബുദ്ധി. ഒരു വേലിയല്ലേ, നമുക്കതങ്ങ് ഒഴിവാക്കി കളയാം. അതെ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ 8ന്റെ പണി കിട്ടും. ഷേ, ആകെ നാണക്കേടായി. നമുക്കും കരാട്ട പഠിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ, വരാനുള്ളതേ വഴിയിൽ തങ്ങില്ല. മമ്മി മമ്മി പൊളിച്ചു കേട്ടോ. അതെ അതെ. ഇതൊക്കെ എന്ത്? ഇതൊക്കെ എനിക്ക് നിസാര കാര്യമല്ലേ. എന്നാലും മമ്മി ഒരു സംഭവം തന്നെ. ഹോ, എന്റെ പിള്ളേരെ, നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാതെ ഒന്ന് ഇങ്ങോട്ടേക്ക് കയറി വാ. എന്റെ മമ്മി, എന്നാലും മമ്മി എങ്ങനെ സാധിച്ചു ഇതൊക്കെ? ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എനിക്ക് നിസാര കാര്യമാണെന്ന്. ഇവളെ പണ്ടത്തെ കരാട്ടയാണെന്നാ തോന്നുന്നത്. ഹോ, എന്തായാലും അവരുടെ അഹങ്കാരത്തിന് കുറച്ച് കുറവുണ്ടായല്ലോ. ഞങ്ങൾ എന്തൊക്കെ പണി ചെയ്തു നോക്കിയതാ, എന്നിട്ടും അവർ 2 പേർക്കും ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. നീ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഹിഹി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മുന്നേ വിളിക്കണ്ടേ? അതിന് ഞങ്ങൾക്കറിയില്ലല്ലോ നീ കരാട്ടയാണെന്ന്. ഏടി, അതൊക്കെ ഞാൻ അവരെ പറ്റിക്കാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാനേ കരാട്ടയും കുൻഫുവും ഒന്നുമല്ല. പിന്നെ 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 നീ എന്താ ഗുസ്തിയാണോ? ഞാനൊരു മണ്ണാങ്കട്ടിയുമല്ല. എനിക്കൊരു കുന്തവും അറിയത്തുമില്ല. സത്യമാണോ നീ പറയുന്നത്? പിന്നെ നീ എന്താ അവരോട് അങ്ങനെ പറഞ്ഞത്? എടി മണ്ടി, മനുഷ്യരായാൽ കുറച്ചൊക്കെ ധൈര്യം വേണം. അതില്ലാത്തതാ നിന്റെയൊക്കെ പ്രശ്നം. ഷോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണ് പാത്തുമ്മ മമ്മി പറഞ്ഞത്. മമ്മിക്ക് കരാട്ടയും കുൻഫുവും ഒന്നും അറിയില്ല. എന്റെ പാത്തുമ്മ, മമ്മിയുടെ തടി കണ്ടാൽ അറിയില്ലേ മമ്മിക്ക് ഒന്നിനും ആവില്ല എന്ന്? അതിജ്ജ് പറഞ്ഞ നേരാടാ. ഡാ ചെറുക്ക, വേണ്ടാട്ടോ നിന്റെ വികൃതി. നിന്റെയൊക്കെ പ്രായത്തിലേ ഞാൻ എല്ലാ മരവും കയറുമായിരുന്നു. ഓഹോ, അപ്പൊ മമ്മിയെ കൊണ്ടാണോ ഈ മരം കയറി പെണ്ണ് എന്ന് പറയുന്നത്? ഹോ, അവൻ്റെ ഒരു കോമഡി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കെല്ലാ കഴിവും ഉണ്ടായിരുന്നു എന്നാണ്. എന്റെ കമലേ, പിള്ളേരൊരു തമാശ പറഞ്ഞതല്ലേ. നീ ഇങ്ങ് അകത്തോട്ടേക്ക് വാ. നീ എന്റെ വീടൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് ഇവിടത്തെ കാര്യത്തെപ്പറ്റി കുറേ നിന്നോട് സംസാരിക്കാനുണ്ട്. ശരി, എന്നാൽ അങ്ങോട്ടേക്ക് നടക്ക്. ജിംബു എന്താ ഒന്നും മനങ്ങാതെ നിൽക്കുന്നത്? അതെ, എന്ത് പറ്റി ജിംബു? ഹിഹിഹി, ഒന്നും പറ്റിയിട്ടില്ല മക്കളെ. മമ്മിയുടെ മുന്നിൽ വെച്ച് ഞാൻ എന്തെങ്കിലും സംസാരിച്ച് കുളമാകണ്ട എന്ന് വിചാരിച്ചതാണ്. അത് ശരിയാണ്. മമ്മിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ തീർന്നു എല്ലാം. ഷോ, വിശന്നിട്ട് വയ്യ. വല്ലതും കഴിക്കാൻ വേണമായിരുന്നു. ഓ, തുടങ്ങി യാർത്തി പണ്ടാരത്തിന്റെ വിശപ്പ്. അതല്ല പിങ്കി, എനിക്കും വിശക്കുന്നുണ്ട്. നമ്മൾ എത്ര നേരമായി വല്ലതും കഴിച്ചിട്ട്? ഹോ, 2 പേർക്കും വിശക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? പാത്തുമ്മ നമ്മുടെ കൂടെ വന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. വിശക്കുന്നുണ്ടോ മക്കളെ? വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ തരില്ലേ? അത് ശരിയാണല്ലോ. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ജിംബുവിനോട് ചോദിച്ചാൽ പോരെ? കൽപ്പിച്ചാലും ഹുസൂർ. എന്ത് വേണം നിങ്ങൾക്ക്? ജിംബു, ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, അല്ലെങ്കിൽ ഇവരിപ്പോൾ നമ്മളെ കഴിക്കും. ആലംബന. അതെ, ആപ്പിൾ. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെന്താ, ഇഷ്ടപ്പെട്ടില്ലേന്നോ? ഇങ്ങ് തരൂ. ആഹാ, എന്നാൽ 3 ആളും വേഗം കഴിച്ചോ.
ഞാം, 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 ഞാം. നല്ല മധുരമുണ്ട്. അതെ അതെ, കഴിക്കാൻ നല്ല രുചിയുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തന്നതാണ്. നല്ല മധുരമുള്ള ആപ്പിളാ. ഞാം, 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 ഞാം. അശ്ശോടാ, ആപ്പിള് തീർന്നു പോയല്ലോ. ഡി പിങ്കി, നീ ഇങ്ങോട്ട് നോക്കണ്ട, ഞങ്ങളുടെ ആപ്പിളും തീർന്നതാണ്. എന്തേ, ഇനി വേണോ നിങ്ങൾക്ക്? വേണ്ട ജിംബു, ഇനി ഇപ്പോൾ വേണ്ട. ഇവന്മാരോട് ചോദിച്ചാൽ ഇവന്മാർ വേണമെന്നേ പറയൂ. രണ്ടും കൊതിയന്മാരാ, എന്ത് കഴിച്ചാലും മതിയാവില്ല. നീ പോടി പീക്കിരി. ദേ, രണ്ടാളോട് ഞാൻ പറയാറുണ്ട് എന്നെ പീക്കിരി എന്ന് വിളിക്കരുതെന്ന്. വിളിക്കും, ഇനിയും വിളിക്കും. നീ എന്ത് ചെയ്യും? പീക്കിരി 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 പിങ്കി. ആ ഡാ, നിന്നെ ഞാൻ. അയ്യോടാ കുഞ്ചൂസെ, ഓടിക്കോ. ദേ, അവൾക്ക് ദേഷ്യം പിടിച്ചു. രണ്ടിനെ ഞാൻ വെച്ചേക്കില്ല, നോക്കിക്കോ. നീ എന്താ ജിംബു ഇങ്ങനെ ചിരിക്കുന്നത്? നിങ്ങളുടെ കളി കാണാൻ നല്ല രസമുണ്ട്. ഓ അതാണോ? അവന്മാർ എപ്പോഴും അങ്ങനെയാണ്, എന്നെ വാലടിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതൊക്കെയല്ലേ പിങ്കി ഒരു രസം. ഹിരിയേ 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 ഹിരിയേ. ഇവൾ എന്ത് കീറിയ കാര്യമായി പറയുന്നത്? ഡി പീക്കിരി, എന്താടാ അപ്പുസേ? ഡി, നീ എന്ത് കീറിയ കാര്യമായി ഇവിടുന്ന് പറയുന്നത്? കീറിയ കാര്യമോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞല്ലോ, നീ ഇവിടെ നിന്ന് എന്തോ കീറിയേ കീറിയേ എന്ന് പറയുന്നത് കേട്ടല്ലോ. ഷോ എടാ വെടുക്കൂസേ, ഞാൻ കീറിയ കാര്യം പറഞ്ഞതല്ല അത്. ഞാനൊരു പാട്ട് പാടിയതാണ്. പാട്ടായിരുന്നോ അത്? അതെടാ മണ്ട. ഷോ, സ്വസ്ഥമായിട്ടൊരു പാട്ട് പാടാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. അയ്യേ, എന്ത് പാട്ടാടിയത്? അതിപ്പോഴത്തെ പുതിയ പാട്ടാടാ. നീ കേട്ടില്ലേ? ഹീരിയേ ഹീരിയേ എന്നുള്ള പാട്ട്, അതാണത്. നീ പാടുന്നത് കേട്ടിട്ട് എന്തോ കീറി എന്നാ ഞാൻ വിചാരിച്ചത്. ഓ, വലിയ കാര്യമായിപ്പോയി. നിനക്ക് പാട്ട് പാടാൻ കഴിവില്ലാത്തതിന്റെ അസൂയല്ലേ? ഓ, ഒരു ഗായകി വന്നിരിക്കുന്നു. വലിയ ചിത്രയാണെന്ന് അവളുടെ ഭാവം. നീ കളിയാക്കുകയൊന്നും വേണ്ട. ചിത്രയുടെ അത്രത്തോളം എത്തുമില്ലെങ്കിലും ഞാനും ഒരു ഗായികയാ. എടി, നീ സത്യം ആരോടും പറയണ്ട കേട്ടോ. നീ പോടാ കക്കൂസി അവിടുന്ന്. ഡി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കക്കൂസി എന്ന് വിളിക്കരുതെന്ന്. വിളിക്കും വിളിക്കും, നിന്റെ പേര് തന്നെ അതല്ലേ കക്കൂസി എന്ന്? അല്ല, എന്റെ പേര് അപ്പൂസ് എന്നാ. ഹോ, അതിൽ നിന്നിപ്പോ ഒരു അക്ഷരം മാറിപ്പോയെന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? നിന്റെ മുഖത്തിന് പറ്റിയ പേര് അപ്പൂസ് എന്നല്ല, കക്കൂസ് എന്നാണ്. ഡി കുരുത്തം കെട്ടവളെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. പിന്നെ വച്ചതും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. നിന്ന് പ്രസംഗിക്കാണ്ട് കയറി പോടാ അകത്തേക്ക്. നിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും, കാണിച്ചു തരാം നിനക്ക് ഞാൻ. ഓരോന്നും പറഞ്ഞോണ്ടും വന്നോളും അവൻ. ഡി പാത്തു. ഇവരോ? ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഡി പീക്കിരി പെണ്ണെ, അവളില്ലേ ഇവിടെ? ആര്? ആ പാത്തു ഇല്ലേ ഇവിടെ? പാത്തുമ്മ ഇവിടെ ഉണ്ട്. എന്നാ നോക്കി നിൽക്കാണ്ട് പോയി വിളിക്കടി അവളെ. അതെന്തിനാ ഇപ്പൊ പാത്തുമ്മയെ വിളിക്കുന്നത്? അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. നിന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി. നീ പോയിട്ട് വിളിക്കവളെ. ഓ പിന്നെ, നിങ്ങൾ കൽപ്പിക്കുമ്പോൾ പോയി വിളിക്കാൻ ഞാനെന്താ നിങ്ങളുടെ അടിമയാണല്ലോ. നിങ്ങൾക്ക് കുറച്ചു മുമ്പേ മമ്മിയുടെ കയ്യിൽ നിന്ന് നല്ലവണ്ണം കിട്ടിയതല്ലേ? എന്തേ, അതൊന്നും മതിയായില്ലേ? പിന്നെയും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഓ, ആ തടിച്ചിയുടെ കാര്യമാണോ നീ പറയുന്നത്? നിങ്ങൾ എന്ത് വിചാരിച്ചു? ഒരു തടിച്ചിയെ കൊണ്ട് വന്നാൽ ഞങ്ങൾ പേടിച്ചോടുമെന്നോ? അതിന് ഞങ്ങളെ കിട്ടില്ല. ഇവിടെയടി ആ പാത്തു, അവളെ ഇങ്ങോട്ട് വിളിക്ക്. ഷോ, ഇവര് രണ്ടും കൽപ്പിച്ചാണല്ലോ ഉള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ജിംബുവിനെ വിളിക്കാം. അതാ ഇനി നടക്കൂ. ജിംബൂംബ, ജിംബാല് ജിംബു വരട്ടെ. പിങ്കി, ഹായ് ജിംബു, നീ വന്നോ? നീ കണ്ടില്ലേ, ഇവൾമാർ വീണ്ടും വന്നു. ഇവർക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അത് ഞാൻ ഏറ്റു പിങ്കി, നീ ഒന്നും ഭയപ്പെടണ്ട. എന്തോ നാടി നിന്ന് പിറുപിറുക്കുന്നത്? ആരാടി ഈ കോമാളി? ഇവൻ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ഇവനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണു. എന്തേ?
തർക്കുത്തരം പറയുന്നോടി. നിന്നോട് പറഞ്ഞ പണി ചെയ്. നീ അവളെ പോയി വിളിക്കാ പാത്തുവിനെ. പാത്തുമാനെ വിളിക്കാൻ മനസ്സില്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഡീ, ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരൊറ്റ വീക്ക് വെച്ചു കൊടുക്കുകയാ വേണ്ടത്. പിന്നെ വീക്ക് വെച്ച് തരാൻ ഇങ്ങോട്ട് വന്നാ മതി. രണ്ടു പേർക്കും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആലംബന. മങ്കിയുടെ മുഖമാവട്ടെ. ഇപ്പൊ കാണാം. ഇതെന്നാ സംഭവിച്ചത്? നീ പേടിക്കണ്ട, അതെന്റെ പണിയാണ്. ഓഹോ, അപ്പൊ നീ പണി തുടങ്ങിയല്ലേ? അയ്യേ, ഇതെവിടെന്നാ ഈ മങ്കി വന്നത്? മങ്കിയോ? എവിടെ? ദാ നോക്ക്. അയ്യോ, ഇവളെന്താ ഇങ്ങനെ മങ്കിയെ പോലെ? ഡീ രമേ, എന്തോ നാടി? അയ്യോടി, നിന്റെ മുഖം മങ്കിയെ പോലെയുള്ളത്. ഡീ, വെറുതെ ഓരോന്ന് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കരുത്. അല്ലടി, സത്യമാ ഞാൻ പറഞ്ഞത്. എടി, ഇവിടെ എന്തോ പ്രേതബാധയുണ്ട്. നമുക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ഞാൻ സത്യമാ പറയുന്നത്. നിന്റെ മുഖം മങ്കിയെ പോലെയുണ്ട് കാണാൻ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോകുന്നു. എനിക്ക് പേടിയാവുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? നിനക്കും ഉണ്ടടി ഒരു സമ്മാനം. ആലംബന, വാല് വരട്ടെ. അയ്യോ, വീണ്ടും വീണ്ടും കോമഡി. എടി സുമേ, നിനക്കതാ വാല് വന്നിരിക്കുന്നു. വാലോ? അയ്യോ, ഇതെവിടുന്ന് വന്നു ഈ വാല്? എടി രമേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ പ്രേതബാധയുണ്ടെന്ന്. വേഗം വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവർക്കെന്തോ മന്ത്രശക്തിയുണ്ട്. നോക്കി നിൽക്കാതെ വേഗം വാ, ഞാനില്ല ഇനി ഇവിടെ. അയ്യോടി രമേ, പോകല്ലേ, ഞാനും വരുന്നു. ഇതിന്റെ പേരാണ് വാലും പൊക്കി ഓട്ടമെന്ന്. എന്തായാലും ജിംബു പൊളിച്ചു. ഇനി അവർ ഇങ്ങോട്ട് വരാനൊന്ന് ഭയക്കും. ഇതൊക്കെ ചെറിയ സൂത്രമല്ലേ പിങ്കി? ഇനിയും നീ എന്തൊക്കെ കാണാനിരിക്കുന്നു? ജിംബു, നീ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നിന്റെ അടുത്ത് എന്തൊക്കെ തരം മാജിക് ആണുള്ളത്? ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചതാണ്? എന്റെ പിങ്കി, ഞാനൊരു ഭൂതമല്ലേ. ഇതൊക്കെ എനിക്ക് ജന്മനാലുള്ള കഴിവാണ്. പിന്നെ കുറെ വിദ്യകളൊക്കെ എന്റെ ബാവ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും നല്ലവരുടെ കൂടെയാണ് ഉണ്ടാവുക. പക്ഷേ ചില ദുഷ്ടശക്തികൾ എന്നെ ഉപയോഗിച്ച് പലതും നേടാൻ ശ്രമിക്കും. ഹോ, അങ്ങനെയാണല്ലേ നീ കുപ്പിയിൽ വീണ്ടും അകപ്പെട്ടത്? അതെ അതെ. അല്ല പിങ്കി, അപ്പൂസും കുഞ്ചൂസും എവിടെ? അവരകത്തുണ്ട്. എന്തായാലും രമയുടെയും സുമയുടെയും ശല്യം ഒഴിവായി കിട്ടിയല്ലോ. അത് തന്നെ ഒരു സമാധാനമുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്? ഇവിടുത്തെ പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടായ സ്ഥിതിക്ക് നമുക്ക് ഇന്ന് തന്നെ മടങ്ങിക്കൂടെ? മമ്മിയോട് പറയാം ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകാൻ. ആഹാ, രണ്ടുപേരും കൂടി എന്താണ് ഇവിടെ ഒരു ചർച്ച? അതൊന്നുമില്ലടാ കുഞ്ചൂസേ, നമുക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങിക്കൂടെ? അപ്പോൾ ആ സുമയുടെയും രമയുടെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ്ടേ? ഏടാ, അവര് രണ്ടുപേരും ഇപ്പൊ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഈ ജിംബു ചെറിയൊരു സൂത്രം കാണിച്ചു. രണ്ടുപേരും കൂടെ വാലും പൊക്കി ഓടി. വാലും പൊക്കി ഓടിയെന്നോ? അതെടാ, സത്യമാ ഞാൻ പറയുന്നത്. അവർ രണ്ടുപേരും കൂടി ഇവിടെ പാത്തുമയെ അന്വേഷിച്ച് വന്നതായിരുന്നു. വന്നപ്പോൾ ഈ ജിംബുവില്ലേ, അവരുടെ ഒരാളുടെ മുഖം മങ്കിയുടെ മുഖവുമാക്കി മറ്റേ ആൾക്കൊരു വാലും വച്ചു കൊടുത്തു. സത്യമാണോ ഈ പറയുന്നത്? എന്നിട്ടോ? അതല്ലേടാ മണ്ട ഞാൻ പറഞ്ഞത്. രണ്ടുപേരും വാലും പൊക്കി ഓടിയെന്ന്. ഓ, രക്ഷപ്പെട്ടു. ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. ഇനി ഒരിക്കലും അവരുടെ ശല്യം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കാലത്തെടുത്തോളം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജിംബു, നീ ഒരു സംഭവമാണ് കേട്ടോ. ജിംബു, നമ്മൾ ഇതെങ്ങോട്ടേക്കാ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിത്തിരിച്ച് നടന്നു കളിക്കാം. എന്തേ, നിനക്ക് നടക്കാൻ മടിയാണോ? അയ്യോ, ഒരു മടിയുമില്ല. എങ്കിൽ വാ. അയ്യോ, അതാരാണോ വരുന്നത്?
പിടിച്ചു കൊണ്ടുപോകും. മന്ത്രവാദിയോ? അയ്യോ ജിംബു, എനിക്ക് പേടിയാവുന്നു. അയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത്? ശരിക്കും എനിക്ക് പേടിയാവുന്നു ജിംബു. ഞാൻ ഇവിടെയുള്ള വിവരം അയാൾ അറിഞ്ഞിട്ടുണ്ടാകും, അതാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ ജിംബു, നിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? എനിക്കറിയില്ല പിങ്കി, അയാൾ എന്നേക്കാൾ വലിയ ശക്തിമാനാണ്. ദാ നോക്ക്, അയാൾ ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്. ജിംബു, അയാളെ കണ്ടിട്ടൊരു മന്ത്രവാദിയെ പോലെയൊന്നും ഇല്ലല്ലോ. എനിക്കറിയാം, ഇയാളൊരു മന്ത്രവാദി തന്നെയാണ്. ഈടാ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നീ നീ എന്താടാ, നിനക്കെന്നെ ഓർമ്മ വരുന്നില്ലേ? എന്റെ കയ്യിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടു പോയത്. ഞാൻ പിടിച്ച ഭൂതമാണ് നീ. നീ വേഷം മാറി നടന്നാൽ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? എനിക്കറിയാം നീ ഇവിടെയുണ്ട് എന്ന്. നിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോ? അയ്യോ, ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് എന്റെ ജിംബുവിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്? ഏതാടാ ഈ പെണ്ണ്? ഇവളായിരിക്കും ഇപ്പൊ നിന്റെ യജമാനൻ അല്ലേ? നിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോ നീ? ഇല്ല, ഞാൻ വരില്ല. ഞാനിപ്പോൾ ഈ പിങ്കിയുടെ അടിമയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ എന്റെ കൂടെ തന്നെ വരണം. നിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. ജിംബു, എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട പിങ്കി, ഞാനില്ലേ നിന്റെ കൂടെ. ഞാനുള്ളപ്പോൾ നിനക്കൊരാപത്തും വരില്ല. നിനക്കൊരാപത്ത് വരാനും ഞാൻ സമ്മതിക്കില്ല. അതെന്റെ കടമയാണ്. എന്തോ നാടി രണ്ടും കൂടെ പിറുവിറുക്കുന്നത്? നിങ്ങളോടാ ചോദിച്ചത്. നിന്ന് പിറുവിറുക്കാതെ മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോ നീ? അതാണ് നിനക്ക് നല്ലത്. നിനക്ക് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഈ പിങ്കിയുടെ യജമാനനാണ്. പിങ്കി കൽപ്പിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. നിനക്കിവിടെ നിന്നും തിരിച്ചു പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ നിന്നെ ഇല്ലാതാക്കും. നിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് നീ എന്നെ ഇല്ലാതാക്കുമെന്നോ? എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. എന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ നിന്നെയാണ് ഇല്ലാതാക്കുക. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ച് എന്റെ കൂടെ വന്നോ നീ? അതാണ് നിനക്ക് നല്ലത്. ഇല്ല, ജിംബു വരില്ല. ജിംബുവിനെ എവിടേക്കും ഞാൻ വിടില്ല. എടി, നിന്നെ ഞാൻ... അയ്യോ ജിംബു. എടാ, അങ്ങോട്ട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. അയ്യോ, എടാ ഭൂതമേ, നീ എന്നെ തള്ളിയിട്ടു അല്ലേ? നിന്നെ ഞാൻ തള്ളിയിട്ടത് മാത്രമല്ല, ഇവിടെ നിന്നും പറപ്പിക്കും. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടോ. നിനക്കറിയില്ല എന്റെ മന്ത്രശക്തി. ഏടാ, നിന്റെ മന്ത്രശക്തിയൊന്നും എന്റെ അടുത്ത് ഫലിക്കില്ല. ജീം ഭൂം ബാ, പറക്കട്ടെ. എടാ ഭൂതമേ, എന്നെ ഒന്ന് നിലത്തോട്ടേക്ക് കീക്കി. നിന്നോടാണ് പറഞ്ഞത് എന്നെ നിലത്തോട്ടേക്ക് കീക്കാൻ. ഇല്ല, വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ. ഇല്ല, ഞാൻ പോകില്ല. നിന്നെ കൂട്ടാണ്ട് ഞാൻ ഇവിടെ നിന്നും പോകില്ല. എടാ, നീ എന്നെ താഴോട്ട് കീച്ചില്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് കരുതിയോ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൂട്ടാണ്ട് ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന്. നിന്നോടാണ് എന്റെ കൂടെ വരാൻ പറഞ്ഞത്. അയ്യോ ജിംബു, നീ എന്നെ വിട്ട് പോവുകയാണോ? പിങ്കി, ജിംബു, ഞാൻ നിന്റെ യജമാനനല്ലേ? ഞാനിതാ നിന്നോട് കൽപ്പിക്കുന്നു, എന്നെ വിട്ടു പോകരുതെന്ന്. നീ പറയാറില്ലേ ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന്? എങ്കിൽ ഇതനുസരിക്ക്. നീ എന്നെ വിട്ടു പോകരുത്. അയ്യോ പിങ്കി, കരയാതെ. നീ കൽപ്പിച്ചാൽ അനുസരിക്കൽ എനിക്ക് നിർബന്ധമാണ്. ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോകില്ല. ഈ ദുഷ്ടശക്തിയെ ഞാൻ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കും. എടാ, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയുകയാണ്. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് മോടിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇല്ലാതാക്കും. ഞാൻ പോകില്ല. നിന്നെ കൂട്ടാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. എങ്കിൽ നിന്റെ അവസാനമാണ്.
ജീം ഭൂം ഭാ. ഇവൻ ഇല്ലാതാവട്ടെ. ഏ ജിംബു അവൻ എവിടെ? പിങ്കി, അവനെ ഞാൻ അപ്രത്യക്ഷനാക്കി. ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല. എന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഞാൻ അവനെ ഇല്ലാതാക്കിയതാണ്. ജിംബു, ശരിക്കും ഞാൻ പേടിച്ചു പോയി. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു ഞാൻ. നീ പേടിക്കണ്ട പിങ്കി, ഞാനില്ലേ കൂടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനുള്ളപ്പോൾ നീ ഒന്നിനെയും ഭയപ്പെടണ്ട എന്ന്. ജിംബു, ശരിക്കും ആരാണ് ആ മന്ത്രവാദി? അവനായിരുന്നു പിങ്കി എന്നെ കുപ്പിയിൽ അടച്ചത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മാന്ത്രിക മോതിരമുള്ളത് കൊണ്ട് അവനെ അപ്രത്യക്ഷമാക്കാൻ കഴിഞ്ഞത്. ഇനി കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. നമുക്കിനി വീട്ടിലേക്ക് പോയാലോ? പോകാം. അപ്പുസേ, എന്താടാ കുഞ്ചുസേ? അതെന്താടാ പിങ്കിയെയും ജിംബുവിനെയും കാണാത്തത്? ശരിയാണല്ലോ, അവർ രണ്ടുപേരും എവിടെ പോയതാണ്? നമ്മളെ കൂട്ടാതെ അവരെങ്ങോട്ടേക്ക് പോയതായിരിക്കും? അറിയില്ല. നമുക്കൊന്ന് അന്വേഷിച്ച് പോയാലോ? എവിടേക്ക് പോകാനാ? അവർ ചിലപ്പോൾ ഗ്രൗണ്ടിലുണ്ടാകും. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ചെന്ന് നോക്കാം. ശരി, എന്നാ വാ. ഡാടാ കുഞ്ചുസെ, നോക്ക്, പിങ്കിയല്ലേ വരുന്നത്. ആഹാ, ഇതെവിടത്തേക്കാ രണ്ടാളും കൂടെ പോകുന്നത്? അത് ശരി, ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. അതെ അതെ, നിന്നെ ഇവിടെയൊന്നും കാണാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഷോ, ഒന്നും പറയണ്ട എൻ്റെ മക്കളെ. എന്താ, എന്തു പറ്റി? ജിംബു എവിടെ? നിങ്ങളോടൊരു നീണ്ട കഥ തന്നെ പറയാനുണ്ട്. ജിംബുവിനെ പിടിക്കാൻ ഒരു മന്ത്രവാദി വന്നു. എന്ത്? ആര് വന്നെന്ന്? മന്ത്രവാദിയോ? അതേടാ, അവനെ പിടിക്കാൻ ഒരു മന്ത്രവാദി വന്നു. എന്നിട്ടൊന്നുമില്ല, ആ മന്ത്രവാദിയെ ജിംബു ഇല്ലാതാക്കി. നീ പറയുന്നതൊക്കെ സത്യമാണോ? സത്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ജിംബുവിന്റെ കയ്യിൽ മോതിരമുള്ളത് കൊണ്ട് അവൻ ആ മന്ത്രവാദിയെ അപ്രത്യക്ഷമാക്കി. എന്നിട്ട് ജിംബു എവിടെ? ജിംബു എന്റെ കൂടെ തന്നെയുണ്ട്. അവനെ വിളിച്ചാൽ അവൻ വരും. ഹോ, ഇപ്പോഴാണ് സമാധാനമായത്. ഞാൻ വിചാരിച്ചു ജിംബുവിന് എന്തോ സംഭവിച്ചെന്ന്. തലനാഴിയിലേക്കാ രക്ഷപ്പെട്ടത്. എടി പിങ്കി, നീ ഇതെങ്ങോട്ടേക്കാ നടക്കുന്നത്? ചിഞ്ചു, നീ പേടിക്കാതെ എന്റെ കൂടെ വാ. നമുക്ക് വെറുതെ അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാം. അയ്യോ, ഞാനില്ല അങ്ങോട്ട് കാടല്ലേ. ഹോ, ഇങ്ങനെയും ഒരു പേടി തൂറി. നീ എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചോണ്ട് നിന്നാൽ അതിനേ സമയമുണ്ടാകൂ. നീ എന്റെ കൂടെ വാ. ഞാനില്ലേ കൂടെ? ബെസ്റ്റ്. നിന്റെ പറച്ചൽ കേട്ടാ തോന്നും നിനക്ക് നല്ല ധൈര്യമാണെന്ന്. എനിക്കറിയില്ലേ നിന്നെ, എന്നേക്കാൾ വലിയ പേടിത്തൂറിയാണ് നീ. വെറുതെ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോകാം. ഒന്നുമില്ലടി, നീ എന്റെ കൂടെ വാ, നമുക്കൊന്ന് ചെന്ന് നോക്കാം. പിങ്കി, നമ്മൾ വെറുതെ അങ്ങോട്ടേക്ക് പോണോ? മിണ്ടാതെ കൂടെ വാ. അയ്യോ പിങ്കി, നമ്മളിത് എവിടെയാ എത്തിയത്? എവിടെയാ എത്തിയതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ നല്ല രസമുള്ള സ്ഥലം. അതെ അതെ, സൂപ്പർ സ്ഥലമാണ്. ചിഞ്ചു, നമ്മൾ എന്താ ഇത്രയും ദിവസം ഇവിടെയൊന്നും വരാത്തത് അല്ലേ? അതെ, നീ നോക്കടി, ഇവിടെ എത്ര മരങ്ങളാ ഉള്ളത്. എന്ത് ഭംഗിയുള്ള മരങ്ങളാ ഇതൊക്കെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിലോട്ട് വന്നാൽ നമുക്ക് നല്ല കാഴ്ചകൾ കാണാമെന്ന്. വാ, കുറെ നേരമായില്ലേ നമ്മൾ നടക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ഇവിടെ ഇരിക്കാം. അയ്യോ പിങ്കി, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ശബ്ദമോ? ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. അയ്യോ പിങ്കി, അല്ലടി, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഷോ, എന്റെ ചിഞ്ചു, ഇത് കാടല്ലേ, ഇവിടെ എന്തെങ്കിലും ശബ്ദമുണ്ടാകും. അതെന്താടി, നിനക്കൊന്നിനും പേടിയില്ലേ? ഹോ, എനിക്കൊന്നിനെയും പേടിയില്ല. ഷോ, സത്യമാണോ നീ പറയുന്നത്? എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ ഞാനുണ്ടെന്ന്, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? എന്നാലും പിങ്കി,
അല്ലെങ്കിലും നീ ഉണ്ടായിട്ടെന്താ? എന്തെങ്കിലും ജീവി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹോ, അങ്ങനെയൊന്നും വരില്ലടി. അയ്യോ ചിഞ്ചു, എന്താ എന്താ? അതാ അത് നോക്ക് നീ. അയ്യോ എന്തു പറ്റി? അയ്യോടി, ദേ അവിടെ ഒരു ആന. എന്ത്? ആനയോ? അതെ, ആന തന്നെ. നീ പറഞ്ഞത് ശരിയാണല്ലോ. ഇതെവിടുന്നാ ഈ ആന വന്നത്? അയ്യോ എനിക്ക് പേടിയാവുന്നു. അത് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാട്ടിലേക്കൊന്നും വരണ്ട എന്ന്. നീ ഞാൻ പറഞ്ഞത് അനുസരിക്കറ്റല്ലേ? എടി ചിഞ്ചു, ഇപ്പോൾ അതാണോ വിഷയം? എങ്ങനെയെങ്കിലും ആനയെ ഓടിക്കാൻ നോക്ക്. എനിക്ക് പേടിയാവുന്നു. നമുക്കിവിടെ നിന്നും ഓടിയാലോ? എടി, നമ്മൾ ഓടിയാൽ ആനയെ നമ്മുടെ പുറകെ ഓടില്ലേ? പിന്നെ അത് നമ്മളെ ചവിട്ടിക്കൊല്ലും. അയ്യോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? എനിക്ക് വീട്ടിൽ പോണം. എന്റെ മമ്മിയെ കാണണം. അയ്യോ. എടി കരയാതെടി, എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും. ആ, നമ്മൾ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? നമുക്ക് ജിംബുവിനെ വിളിച്ചാൽ പോരെ? ശരിയാണല്ലോ. എങ്കിൽ നീ വേഗം വിളിക്കവനെ. ആ, ജിംബൂംബ, ജിംബാല് ജിംബു വരട്ടെ. കൽപ്പിച്ചാലും ഹുസൂർ. ഹായ്, ജിംബു വന്നേ. ദാ ജിംബു, നീ നോക്ക്, പുറകിലൊരു ആനയുണ്ട്. ഞാൻ കണ്ടു. എന്തേ, നിങ്ങൾ ആനപ്പുറത്ത് കയറണോ? അയ്യോ, അത് നമ്മളെ ഉപദ്രവിക്കില്ലേ? എന്ത്? ഞാനുള്ളപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാനോ? അയ്യോ ജിംബു, ദേ അത് നടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ആനപ്പുറത്ത് കയറണോ? ഞങ്ങൾക്ക് അതിന്റെ പുറത്ത് കയറാൻ പറ്റുമോ? പിന്നെന്താ, വരൂ, ഞാൻ കയറ്റാമല്ലോ നിങ്ങളെ ആനപ്പുറത്ത്. ഹേയ്! ആനപ്പുറത്ത് കയറിയ നല്ല രസമുണ്ടാകുമല്ലേ? അതെ അതെ. എന്നാ ജിംബു, ഞങ്ങൾ ഇനി അതിന്റെ പുറത്ത് കയറ്റിത്താ. കൽപ്പിച്ചാലും ഹുസൂർ. ദാ കൊമ്പനാനെ, ഇങ്ങോട്ടേക്ക് വാടാ. ഇനി രണ്ടുപേരും ആനപ്പുറത്ത് കയറിക്കോളൂ. അയ്യോ, ഇതെങ്ങനെ ഞങ്ങൾ ഇതിന്റെ പുറത്ത് കയറും? രണ്ടുപേരും ആനപ്പുറത്ത് കയറട്ടെ. ഹായ്, ഡീ പിങ്കി, നമ്മൾ ആനപ്പുറത്ത് കയറി. അതെ അതെ, നല്ല രസമുണ്ട്. ദാ ജിംബു, നീയും കൂടെ വാ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഡീ ചിഞ്ചു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ കുറെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന്. ഇപ്പൊ എന്തായി? നല്ല രസമില്ലേ? അതെ അതെ, പൊളിച്ചു. ജിംബു, നല്ല രസമുണ്ട് ഇതിന്മേ കയറാൻ. അതെ ജിംബു, നീ കയറുന്നില്ലേ ആനപ്പുറത്തെ? അയ്യോ വേണ്ട വേണ്ട, ഞാനില്ല. നിങ്ങൾ തന്നെ കുറെ സമയം കയറിക്കോളൂ. അല്ല ജിംബു, നമ്മൾ ഇതിന്മേൽ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? എനിക്ക് ഈ കാട് മുഴുവൻ കാണണമായിരുന്നു. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. എടി മണ്ടി, എന്തിനാ വെറുതെ പേടിക്കുന്നത്? ജിംബു ഇല്ലേ നമ്മുടെ കൂടെ? അതും ശരിയാണ്. ജിംബു, നമുക്കെന്നാൽ ഈ കാട് മുഴുവൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോകാം. ഞങ്ങൾക്ക് പോകണം. ശരി, എങ്കിൽ ആനക്കുട്ട, കാട് മുഴുവൻ ഇവരെ കറക്കിയിട്ട് കൊണ്ടുവരൂ. അതെന്താ ജിംബു, നീ വരുന്നില്ലേ? ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ തന്നെ. നിങ്ങൾ ആനപ്പുറത്തും ഞാനിങ്ങനെ നടന്നിട്ടും. എടി പിങ്കി, നമ്മൾ എത്ര നേരമായി കാട് മുഴുവൻ ചുറ്റി നടക്കുന്നു? രാത്രിയായല്ലോ. ശരിയാണല്ലോ, കാട് മുഴുവൻ ചുറ്റി തിരിച്ചിട്ട് നേരം പോയത് അറിഞ്ഞില്ല. എന്തേ, നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? എനിക്ക് പേടിയൊന്നും ആവുന്നില്ല. നീ ഇല്ലേ കൂടെ? എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മൾ ഇതെവിടെയാ എത്തിയത്? ഇതൊരു പുഴയാണല്ലോ. ജിംബു വേഗം വാ, നമുക്ക് ഈ പുഴ കടക്കാം.
ശരി, അങ്ങനെയാവട്ടെ. ഷോ, ആ പുഴ കഴിഞ്ഞപ്പോഴൊന്ന് സമാധാനമായത്. അതെ, ഞാനും അവിടെ നിന്നൊന്ന് ഭയപ്പെട്ടു. അല്ല, നിങ്ങൾക്ക് കാട് ചുറ്റിയിട്ട് മതിയായില്ലേ? ആനപ്പുറത്തിരുന്നിട്ട് നേരം പോകുന്നത് അറിയുന്നില്ല ജിംബു. അതങ്ങനെ തന്നെ ഉണ്ടാകൂ. എന്തേ, വീട്ടിലേക്കൊന്നും പോകണ്ടേ? അയ്യോ, ശരിയാണല്ലോ, എന്നോടതങ്ങ് മറന്നുപോയി. ശരിയാണ്, വീട്ടിൽ നിന്ന് മമ്മി അന്വേഷിക്കുന്നുണ്ടാകും. ആ, അതാ ഞാൻ പറഞ്ഞത്, വേഗം ഇറങ്ങിക്കോ, നമുക്കിനി വീട്ടിലേക്ക് പോകാം. അയ്യോ ജിംബു, ഞങ്ങൾ ഇതിന്മേൽ നിന്ന് ഇറങ്ങിയാൽ ഈ ആന എന്ത് ചെയ്യും? അതോത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ആന അതിൻ്റെ പാട്ടിന് പോയിക്കോളും. സത്യമാണോ നീ പറയുന്നത്? ആന നമ്മളെ ഉപദ്രവിക്കുമോ? എന്ത് ചോദ്യമാ ചിഞ്ചു നീ ചോദിക്കുന്നത്? ആന ഉപദ്രവിക്കുമെങ്കിൽ ഇത്രയും നേരം നിങ്ങൾ ഉപദ്രവിക്കണ്ടേ? അത് ശരിയാണല്ലോ. എങ്കിൽ നീ ഞങ്ങളെ ആനപ്പുറത്ത് നിന്ന് ഇറക്കിത്താ. ആ ശരി. ജീംബൂംബാ, രണ്ടുപേരും ആനപ്പുറത്ത് നിന്നിറങ്ങട്ടെ. ഇപ്പോൾ സമാധാനമായോ? ആയി ജിംബു. ദാ നോക്ക് ജിംബു, ആന പോവുകയാണ്. അത് കാടിന്റെ ഉള്ളിലേക്ക് പോയിക്കോളും. നമ്മൾ അതിനെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എങ്ങനെയാണ് ഈ കാടിന്റെ പുറത്തേക്ക് കടക്കുക? എടി പിങ്കി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന്. ഷോ, ഈ ചിഞ്ചുവിന്റെ ഒരു കാര്യം. നമ്മൾ ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ ഈ കാട് മുഴുവൻ കാണാനായത്. നീ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ. അതൊക്കെ ശരിയാണ്. ഇനി നമ്മൾ എങ്ങനെ പുറത്തേക്ക് കടക്കും? ജിംബു ഉള്ളത് കൊണ്ടാ പേടിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. ആ, അങ്ങനെയാണെങ്കിൽ ജിംബു തന്നെ നമ്മളെ പുറത്തേക്ക് കടത്തുകയും ചെയ്യും. അതെ അതെ, രണ്ടുപേരും എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ നിങ്ങളെ പുറത്തേക്ക് കടത്താം. കുഞ്ചൂസേ, ആ പീക്കിൽ നമ്മളെ കൂട്ടാതെ എവിടെയാണ് പോയത്? എനിക്കും അറിയില്ല അവൾ എങ്ങോട്ടേക്കാ പോയതെന്ന്. എന്നാലും അവളെന്തേ നമ്മളെ വിളിക്കാതെ പോയത്? അവൾ എവിടെയോ ജിംബുവിന്റെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും. അവളിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ദാടാ അപ്പൂസേ, അവൾ വരുന്നുണ്ട്. ഹോ, തമ്പുരാട്ടി എഴുന്നള്ളിയോ? ഇതെവിടെയാണാവോ ഇത്ര നേരം ഉള്ളത്? ഷോ, ഇവരെ കൂട്ടാതെയാണ് കറങ്ങാൻ പോയതെന്നറിഞ്ഞാൽ ഇവരാകെ പ്രശ്നമാകുമല്ലോ. എവിടെയാ പോയതെന്ന് പറയണ്ട, അതാ നല്ലത്. എന്തോ നാടി നിന്ന് പിറുപിറുക്കുന്നത്? നിങ്ങൾ എന്തോന്നാ ചോദിച്ചത്? ഞാനൊന്നും കേട്ടില്ല. എന്തേ, നിന്റെ ചെവി അടിച്ചു പോയോ ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാണ്ട് നിൽക്കാൻ? അയ്യോ അതല്ല, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ശരിക്കും നിങ്ങൾ എന്താ പറഞ്ഞത്? നീ എവിടെയാ ഇത്ര നേരം ചുറ്റി തിരിച്ചതെന്നാ ഞങ്ങൾ ചോദിച്ചത്. ഞാനോ? ഞാനങ്ങനെ എവിടെയും പോയില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വെറുതെ നീ നുണ പറയണ്ട. ഞങ്ങൾക്കറിയാം നീ എവിടെയാ പോയതെന്ന്. അതെ, നീ ജിംബുവിന്റെ കൂടെ കറങ്ങാൻ പോയതല്ലേ? ഹോ, കറങ്ങാൻ പോയതാണെങ്കിലേ കണക്കായിപ്പോയി. അതിനെന്താ ഇപ്പോ? നീ എന്താ ഞങ്ങളെ കൂട്ടാതെ ഒറ്റക്ക് പോയത്? പിന്നെ പോകുന്നിടത്തിലെല്ലാം നിങ്ങളെയും കടിച്ചു വലിച്ചു കൊണ്ടുപോകണോ? എനിക്കതാണല്ലോ പണി. മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യാതെ മാറി നിൽക്ക്. ആഹാ, അങ്ങനെ ഞങ്ങൾ മാറി നിൽക്കുന്നില്ല. സത്യം പറഞ്ഞിട്ട് പോയാ മതി നീ. അതേടാ അതെ, ഞാൻ കറങ്ങാൻ പോയത് തന്നെയാ. എന്തേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും കൂടെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറ്. ഇപ്പൊ കാണിച്ചു തരാം നിന്റെ അഹങ്കാരം. മമ്മി, 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 മമ്മി. അയ്യോടാ, മമ്മി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? വിളിക്കും വിളിക്കും. മമ്മിയോട് ഞങ്ങൾ പറയും നീ കറങ്ങാൻ പോയതാണെന്ന്. അതും ജിംബുവിന്റെ കൂടെ. അതെ, നിന്റെ കൂടെ ജിംബു ഉള്ള കാര്യം ഞങ്ങൾ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. അയ്യോടാ മക്കളെ, ചതിക്കല്ലേ. അയ്യോ, ചേച്ചിയുടെ പഞ്ചാര പൊന്നു മക്കളല്ലേ, ഒന്നും മമ്മിയോട് പറയല്ലേ. എന്താ അവളുടെ ഒരു സോപ്പിടൽ? ഞങ്ങൾ നിന്റെ പഞ്ചാരയുമല്ല തേനുമല്ല. അങ്ങോട്ട് മാറി നിൽക്ക്. മമ്മി, ഒന്ന് ഓടി വാ. അയ്യോ,
അപ്പുസേ കുഞ്ചുസേ, ചേച്ചിയെ ചതിക്കല്ലേ. ഹോ, ഇപ്പൊ എവിടുന്ന് വന്നൊരു ചേച്ചി? നിനക്ക് ഞങ്ങളെ കൂട്ടാണ്ട് കറങ്ങാൻ പോണം അല്ലേ? കാണിച്ചു തരാം. അതൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഉണ്ടാവില്ല. ഇനി എവിടെ പോകുന്നാണെങ്കിലും നിങ്ങളെ ഞാൻ കൂട്ടും. വേണ്ട വേണ്ട, അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇനി ഇവിടുന്ന് ആരും അങ്ങനെ കറങ്ങാൻ പോകണ്ട, ഇപ്പൊ കാണിച്ചു തരാം. ഇല്ലടാ മക്കളെ, സത്യമായിട്ടും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇനി പോകുമ്പോഴെല്ലാം നിങ്ങളെയും കൂട്ടാം. സത്യമാണോ പറയുന്നത്? എന്തിനാടാ വിളിച്ചു കൂവിയത്? നിങ്ങളോടാ ചോദിച്ചത് എന്തിനാ വിളിച്ചു കൂവിയതെന്ന്. അയ്യോ മമ്മി, അതവർ വെറുതെ വിളിച്ചതാ. ഓഹോ, വെറുതെ ഒരു രസത്തിന് വിളിച്ചതാണോ? മര്യാദയ്ക്ക് അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ വെറുതെ വിളിച്ചതാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പിള്ളേരെ? ഒരു സ്പൂൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ നിങ്ങൾ ആരെയും കിട്ടില്ലല്ലോ. വിളിച്ച് കൂവാൻ 4 നാവാണ്. എന്താണ് നിങ്ങളെ ഞാൻ വേണ്ടത്? അയ്യോ മമ്മി, അതിവർക്കൊരു അബദ്ധം പറ്റിയതാണ്. 3 കൂടെ എന്തെങ്കിലും വെട്ടി വിഴുങ്ങാൻ ടേബിളിന്റെ അടുത്തേക്ക് വാ, അപ്പ കാണിച്ചു തരാം ഇതിനുള്ള മറുപടി. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. മമ്മിയുടെ വായിലുള്ളത് കേട്ടപ്പോൾ ഇപ്പൊ സമാധാനമായില്ലേ? വെറുതെ ഒരു സീനുണ്ടാക്കിയതല്ലേ നിങ്ങളിത്? എവിടെ നോക്കിയാലും ഉണ്ടാവും 2 കൊക്കപ്പുഴുകളും. എടാ കുഞ്ചുസേ, ശരിക്കും ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. നമ്മൾ ശശിയായി, അത്ര തന്നെ.